നോമ്പുകാലം വരുമ്പോൾ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഓരോ വർഷവും കഴിഞ്ഞ 10 വർഷം ചെയ്തതിന് പുറമെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ വർഷം നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും തമ്പുരാന് കൊടുക്കാനുണ്ടാകും. എവിടെ മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും അംഗീകാരവും സ്നേഹവും കരുതലും കൊടുക്കുന്നു, അവിടെ തിരുക്കുടുംബം രൂപം. ഈശോയിലേക്ക് ഒരു വളർച്ച നമ്മളിലൊക്കെ ഉണ്ടാകണം. ഈശോയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഈശോയുടെ സ്വഭാവം, ഈശോയുടെ വിശുദ്ധി, ഈശോയുടെ സഹനം, ഈശോയുടെ ക്ഷമ, ഈശോയുടെ കരുണ, ഈശോയുടെ കരുതൽ, ഈശോയുടെ ആ ഓപ്പൺനെസ്, ആ തുറന്ന മനോഭാവം, അതെല്ലാം നമ്മൾ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. എന്നോട് ഇങ്ങനെ ഇന്നത്തെ ദിവസം ഒരു സന്ദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ക്രിസ്മസിനോട് അടുത്ത ദിവസമാകുമ്പോൾ ക്രിസ്മസിനെ എങ്ങനെ ഒരുങ്ങണം എന്നതിനെ പറ്റി ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഓർത്തു. നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പെടുക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, ത്യാഗം ചെയ്യുന്നുണ്ട്, വിശുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നു, പല രീതിയിൽ നന്മ പ്രവൃത്തികൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി, ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിലാണ് പിറക്കേണ്ടതെന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ബാഹ്യമായ ആഘോഷങ്ങൾ ഒത്തിരിയുണ്ട്. ആ ആഘോഷങ്ങളൊന്നുമല്ല പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിസ്മസ് ആഘോഷം വഴി ഈശോ നമ്മുടെ ഹൃദയത്തിൽ പിറക്കുകയും ഈശോയെ വഹിക്കുന്നവരായി നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ബോധ്യത്തോടുകൂടി നമ്മളെല്ലാവരും ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നവരാണ്, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരുത്തുന്നവരാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരി കയറിയ വർഷം തന്നെ ഞങ്ങളോട് പറയുമായിരുന്നു, അന്നത്തെ ഒരച്ഛൻ പറയുമായിരുന്നു, നോമ്പുകാലം വരുമ്പോൾ, ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈസ്റ്ററിന് ഒരുങ്ങുമ്പോഴൊക്കെ നമ്മൾ പുണ്യപ്രവർത്തികൾ ചെയ്യും, പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വർഷവും കഴിഞ്ഞ 10 വർഷം ചെയ്തതിന് പുറമെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ വർഷം നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും തമ്പുരാന് കൊടുക്കാനുണ്ടാകണം. 55 വർഷം അല്ല 65 വർഷം 75 വർഷം ജീവിച്ചു, അല്ല 15 വർഷം ജീവിച്ചു, 20 വർഷം ജീവിച്ചു, ആ 20 വർഷം ഞാൻ ചെയ്തതിന് പുറമെ എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു ചിന്ത ഉണ്ടാകട്ടെ. ഈ വർഷം എനിക്ക് ഉണ്ണീശോയ്ക്ക് കൊടുക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പുതുതായിട്ടുണ്ടാകണം. ഞാൻ ഒരിക്കൽ ഈ കൊളംബിയയിലെ ഒരു ആർച്ച് ബിഷപ്പിന്റെ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് ജോസ് അപ്പാരിസോ എന്നാണ്. അദ്ദേഹം ക്രിസ്മസിന് 3 തലങ്ങളിൽ പ്രധാനമായിട്ടും ഒരുക്കങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം പറയുന്ന 3 തലത്തിലാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒന്നാമത്തെ തലം അദ്ദേഹം പറയുന്നത് ലോകത്തിന്റെ തലത്തിലാണ്, സമൂഹത്തിന്റെ തലത്തിൽ ഒരുക്കങ്ങൾ ഉണ്ടാകണം. അദ്ദേഹം പറയുന്ന സമൂഹത്തിന്റെ തലത്തിലെ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇറ്റ് ഷുഡ് ബി എ സീസൺ ഓഫ് റിക്കൺസിലിയേഷൻ. അനുരഞ്ജനത്തിന്റെ സമയമായി തീരണം ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അനുരഞ്ജനത്തിന്റെ സമയമാകണം എന്ന് പറയുന്നത്? നമുക്കറിയാം, മനുഷ്യരാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ ചിലരോട് മിണ്ടാതിരിക്കുന്നുണ്ടാകും, ചിലരുമായിട്ട് അകന്ന് ജീവിക്കുന്നു, ചിലരെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളും വിള്ളലുകളും എല്ലാം ഉണ്ടാകുക മാനുഷികമാണ്. അപ്പോൾ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഒരു ചിന്ത, ലോകത്തില് ബന്ധങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾ ഇല്ലാതാക്കുക. ഇറ്റ് ഷുഡ് ബി എ സീസൺ ഓഫ് റിക്കൺസിലിയേഷൻ. അതിന്റെ അർത്ഥം വി ഷുഡ് ബിക്കം ബ്രിഡ്ജ് ബിൽഡേഴ്സ്. ആ റെക്കൺസിലിയേഷൻ വഴി നമ്മൾ ഒരു ബ്രിഡ്ജ് ബിൽഡേഴ്സ് ആകണം. നമ്മൾ ബന്ധങ്ങൾ പുതുതായിട്ട് സ്ഥാപിക്കുന്നവരാകണം. നഷ്ടപ്പെട്ട ബന്ധങ്ങളെല്ലാം നമ്മൾ അതിന് വേണ്ടതായ പരിഹാരം ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകണം. എന്തുകൊണ്ട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ അനൈക്യമുണ്ടായത്, ഡിവിഷൻസ് ഉണ്ടാകുന്നത്? അപ്പോൾ ഡിവിഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഡിവിഷൻസിനെ ഇല്ലാതാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിവിഷനെ പറ്റി ഒരിക്കൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തിന്റെ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിൽ അദ്ദേഹം ഈ വിഭാഗീയതയെ പറ്റി, ഡിവിഷനെ പറ്റി പറഞ്ഞ ഡിവിഷൻ ഈസ് എ സ്കാൻഡൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡിവിഷൻ സ്കാൻഡലാണ്. അതിന്റെ ഡിവിഷൻ വരുന്നത് ഒരിക്കലും നന്മയിൽ നിന്നല്ല, തിന്മയിൽ നിന്നാണ്.
ദുഷ്ടാരൂപിയിൽ നിന്നാണ് ഡിവിഷൻ ഉണ്ടാകുന്നത് സമൂഹത്തിൽ. എവിടെയെങ്കിലും ഡിവിഷൻ ഉണ്ടോ അവിടെ മനസ്സിലാക്കുക, ദൈവത്തിന്റെ ആത്മാവല്ല പ്രവർത്തിക്കുന്നത്, തിന്മയുടെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു എപ്പോഴും സമൂഹത്തിൽ ഒരു സ്കാൻഡലാണ്. അപ്പോൾ ഡിവിഷൻസ് ഇല്ലാതാക്കുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ലോകത്തിലുണ്ടാകേണ്ട ഒരു വലിയൊരു മാറ്റം, ഡിവിഷൻസ് ഇല്ലാതെ, അനൈക്യമില്ലാതെ ഒരുമയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരിക എന്നതാണ്. അതിനു വേണ്ടത് റെക്കൺസിലിയേഷൻ ഉണ്ടാകണം. സമൂഹം കൂട്ടായ്മയിലേക്ക് വളരുന്നതായി തീരണം. ആ സമൂഹത്തിലുള്ള കൂട്ടായ്മയാണ് ഒരു ക്രിസ്മസിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരുക്കം എന്ന് അദ്ദേഹം പറയുകയാണ്. രണ്ടാമത്തെ മേഖല അദ്ദേഹം പറയുന്നത് നമ്മുടെ കുടുംബങ്ങളിലാണ്. കുടുംബങ്ങളിൽ ഐക്യം ഉണ്ടാകുക. കുടുംബത്തിൽ 4 പേര് കാണാം, 5 പേര് കാണാം, 3 പേര് കാണാം, 2 പേരായിരിക്കും, 8 പേരോ 10 പേരോ, വലിയ കുടുംബമാകാം, ചെറിയ കുടുംബമാകാം, ഏത് കുടുംബമായാലും ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കുടുംബത്തിലേക്ക് ഐക്യത്തിന്റെ ഒരു പ്രകാശം കടന്നു വരിക. കാരണം ഈശോ കടന്നു വരുന്നത് സമാധാന ദൂതനായിട്ടാണ്, സ്നേഹദൂതനായിട്ടാണ്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഉജ്ജയിനിൽ വെച്ചൊരു സർവമത സമ്മേളനം ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തിയപ്പോൾ മധ്യപ്രദേശിലായിരുന്നു. ഞാൻ മിഷനിലുള്ള കാലഘട്ടം അതാണ്. അപ്പോൾ അന്ന് ഹിന്ദു ഒരു സന്യാസി ഉണ്ടായിരുന്നു, മുസ്ലിമിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, സിഖുകാരൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അങ്ങനെ പല മതത്തിൽ നിന്നുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദു സന്യാസി പറഞ്ഞൊരു പ്രസംഗം, അന്ന് ക്രിസ്മസിന്റെ ആ ദിവസത്തിൽ പറഞ്ഞൊരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ജീസസ് ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് ലവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈശോ സ്നേഹത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞത്. ഒരു ഹിന്ദു സന്യാസി പറഞ്ഞു, ഈശോ സ്നേഹത്തിന്റെ അവതാരമാണ്. അപ്പോൾ സ്നേഹത്തിന്റെ അവതാരമാവുമ്പോൾ അത് ആ അവതാരം കടന്നു വരുന്നത് ലോകത്തിലേക്ക് കടന്നു വരുന്നു, സമൂഹത്തിലേക്ക് കടന്നു വരുന്നു, കുടുംബങ്ങളിലേക്ക് വരുന്നു, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടത് ഐക്യമാണ്. സ്നേഹത്തിന്റെ അവതാരം കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് സ്നേഹത്തിന്റെ ഒരു അലതല്ലലാണ്. ആ സ്നേഹമാണ് ആ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള സംസാര ശൈലികളുണ്ടെങ്കിൽ അതിനെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുക വളരെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കുടുംബത്തില് സ്നേഹവും ഐക്യവും സാഹോദര്യവും വളർന്നു വരിക, അത് ക്രിസ്മസിന്റെ ഒരു വലിയൊരു ഒരുക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് കുടുംബങ്ങളിലാണ്. ഞങ്ങൾ അച്ഛന്മാര് കുടുംബത്തിലല്ല, സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ കുടുംബത്തിൽ എന്നതുപോലെ സമൂഹത്തിലും ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാകണം. ഞങ്ങൾ ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, ഇപ്പം അല്ലാതെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ കുടുംബത്തിലും അതുപോലെ കമ്മ്യൂണിറ്റികളിലും ആ ഒരു ഐക്യവും കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടത്. ഞാനൊരു ചെറിയ കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കല് ഒരു മാസിക വായിച്ചതാണ്. ഒരു മനുഷ്യന് തിരുക്കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുവാണ്. യോസേപ്പ് പിതാവ്, മാതാവ്, ഉണ്ണീശോയുള്ള കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുവാണ്. അദ്ദേഹത്തിന് അറിയേണ്ടത് ഈ തിരുക്കുടുംബത്തിന്റെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെ രഹസ്യം എന്താണെന്ന് അറിയണം. അദ്ദേഹം ചെന്നപ്പോൾ ആദ്യമേ കാണുന്ന യോസേപ്പ് പിതാവിനെ കാണുകയാണ്. ആശാരിയായ യോസേപ്പ് പിതാവ് ആശാരിപ്പണിയിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹം യോസേപ്പ് പിതാവിന്റെ അടുത്ത് ചെന്ന് യോസേപ്പ് പിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഐക്യവും സ്നേഹവും സാഹോദര്യവും സ്നേഹവും എല്ലാം കൂട്ടായ്മയുണ്ടല്ലോ, ഒരു പിണക്കവും ഇല്ല, അസ്വസ്ഥതയില്ല, അതിന്റെ രഹസ്യം എന്താണ്? നിങ്ങൾ കുടുംബനാഥൻ എന്ന നിലയിൽ നിങ്ങളായിരിക്കുമല്ലോ, നിങ്ങളുടെ നന്മയായിരിക്കുമല്ലോ അതിന്റെ കാരണം. നിങ്ങളുടെ ആ ക്ഷമാശീലവും സഹനശീലവും കരുണയും ആ തുറവിയും ഇതൊക്കെയാണോ അതിന്റെ രഹസ്യമെന്ന് അദ്ദേഹം യോസേപ്പ് പിതാവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യോസേപ്പ് പിതാവ് പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും ഐശ്വര്യമാണ്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും അത് എന്റെ നന്മ കൊണ്ടല്ല, അത് മറിയത്തിന്റെയും ഈശോയുടെയും നന്മയാണ്. അവർ രണ്ടുപേരും വിശുദ്ധരാണ്, അവർക്ക് യാതൊരു തിന്മയില്ല, എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ, കരുണ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഉള്ള നന്മകളെല്ലാം അവരിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തില് എപ്പോഴും സ്നേഹവും ഐക്യവും സാഹോദര്യവും എന്ന് അദ്ദേഹം പറയുകയാണ്. യോസേപ്പ് പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം യോസേപ്പ് പിതാവിനെ വിട്ട് മാതാവിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. മാതാവിന്റെ അടുത്ത് നിന്ന് മറിയത്തിനോട് സംസാരിച്ചു. മറിയത്തിനോട് പറഞ്ഞു,
ഈ ഇൻട്രൊഡക്ഷൻ ഇതുപോലെ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയെല്ലാമുള്ള ഐക്യവും സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയും എല്ലാം ഉണ്ടല്ലോ, അതിന്റെ എല്ലാം ക്രെഡിറ്റ് നീ നല്ല വ്യക്തി ആയതുകൊണ്ടാണെന്നാണല്ലോ യോസേപ്പ് പിതാവ് പറഞ്ഞത്. നീയും ഈശോയും നല്ലവരായതുകൊണ്ട് നിങ്ങളിൽ നന്മ മാത്രമേ ഉള്ളൂ, വിശുദ്ധി മാത്രമേ ഉള്ളൂ, ക്ഷമയേ ഉള്ളൂ, കരുണയേ ഉള്ളൂ, കരുതലേ ഉള്ളൂ, ഇങ്ങനെ എല്ലാ നന്മ നിങ്ങൾക്കുണ്ടെന്നാണ് യോസേപ്പ് പിതാവ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ മാതാവ് പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇതെല്ലാം ഉണ്ട്, ശരിയാ, പക്ഷെ അതിന്റെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോസേപ്പ് പിതാവ് അതുപോലത്തെ നല്ല മനുഷ്യനാണ്, ക്ഷമാശീലനാണ്, കരുണ മാത്രമേ ഉള്ളൂ, ദയ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് യോസേപ്പ് പിതാവിനെ പറ്റി അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ ഈശോയും അങ്ങനെ തന്നെയാണ്. അവർ രണ്ടുപേരും അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ, മാതാവ് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും ബാലനായ ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞു ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയാണല്ലോ, ഇതെല്ലാം ഐശ്വര്യവും സ്നേഹവും കരുതലും സമാധാനവും സന്തോഷവുമാണല്ലോ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്, അതിന്റെ ക്രെഡിറ്റ് എല്ലാം നിന്നിലേക്കാണല്ലോ യോസേപ്പ് പിതാവും നിന്റെ അമ്മയും പറഞ്ഞത്. അപ്പോൾ ഈശോ അദ്ദേഹത്തോട് പറയുകയാണ്, പറഞ്ഞത് ശരിയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ട്, അതിന്റെ എല്ലാം ക്രെഡിറ്റ് അത് എൻ്റെ പിതാവ് യോസേപ്പ്, എൻ്റെ അമ്മ മാതാവ്, അവർ രണ്ടുപേരും നന്മ മാത്രമുള്ളവരാ, ക്ഷമ മാത്രമേ അവർക്കുള്ളൂ, കരുണ മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് ഈ മൂന്ന് പേരെയും കേട്ടിട്ട് അദ്ദേഹം ഒരു സെന്റൻസ് ആ കഥയുടെ അവസാനം എഴുതി വെക്കുകയാണ്, എവിടെ മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും അംഗീകാരവും സ്നേഹവും കൊടുക്കുന്നു, അവിടെ തിരുക്കുടുംബം രൂപം കൊള്ളുന്നുവെന്ന്. എവിടെ മറ്റുള്ളവർക്ക് ആദരവും ബഹുമാനവും അംഗീകാരവും സ്നേഹവും കരുതലും കൊടുക്കുന്നു, അവിടെ തിരുക്കുടുംബം രൂപം കൊള്ളുന്നു എന്ന്. എനിക്ക് തോന്നുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഐശ്വര്യവും അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം നിറയണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് കുറ്റങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, നമ്മുടെ അപ്പനുണ്ടാകാം, അമ്മയ്ക്കുണ്ടാകാം, സഹോദരനുണ്ടാകാം, സഹോദരിക്കുണ്ടാകാം, ഭാര്യയ്ക്കുണ്ടാകാം, ഭർത്താവിനുണ്ടാകാം, എല്ലാവർക്കും കുറ്റങ്ങളും കുറവുണ്ട്. പക്ഷെ നമ്മൾ ആ കുറ്റങ്ങളും കുറവുകളും കാണാതെ അവർക്ക് ആദരവും ബഹുമാനവും അംഗീകാരവും സ്നേഹവും കരുതലും കൊടുക്കാൻ തുടങ്ങിക്കേ, അവരെ പറ്റി നല്ലത് പറയാൻ തുടങ്ങിക്കേ, അപ്പോൾ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. മറ്റുള്ള കുടുംബത്തിലുള്ളവരെ പറ്റി കുറ്റം പറയാതെ, കുറ്റപ്പെടുത്താതെ, പഴിയാരാതെ, ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ സ്നേഹത്തോട് സംസാരിക്കാൻ പഠിക്കുക. അവരുടെ കുറ്റങ്ങളല്ല ചൂണ്ടിക്കാണിക്കേണ്ടത്, അവരെ കൂടുതൽ ബഹുമാനത്തോടെ സംസാരിക്കുക, ആദരവോടുകൂടി സംസാരിക്കുക, അംഗീകരിക്കുക, അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുക, വേണ്ട കരുതൽ കൊടുക്കുക, ക്ഷമിക്കാൻ സന്നദ്ധരായിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ കമ്മ്യൂണിറ്റികൾ തിരുക്കുടുംബം പോലെ ആകും. അത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ പറയും, ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രിസ്മസ് ഉണ്ണീശോ നമ്മുടെ കുടുംബത്തിൽ തീർച്ചയായിട്ടും വന്ന് പറക്കും. നമ്മുടെ കുടുംബത്തിന് അതിൻ്റെതായ ഭയങ്കര ഐശ്വര്യം ഉണ്ടാകും, ഭയങ്കരമായ മാറ്റം നമ്മുടെ കുടുംബത്തിനുണ്ടാകും. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ വളർത്താൻ നോക്കുക. കുറ്റപ്പെടുത്തരുത്, ദേഷ്യപ്പെടരുത്, പഴിചാരരുത്. നമ്മുടെ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം, കുറവുകൾ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാകണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല, മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനല്ല, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനല്ല, നമ്മുടെ തെറ്റുകൾ തിരുത്തി മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു മനസ്സ്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുടുംബത്തിലുള്ളവർക്ക്, കൂട്ടത്തിലുള്ളവർക്ക്, കൂടെ ജീവിക്കുന്നവർക്കൊക്കെ അംഗീകാരവും ആദരവും ബഹുമാനവും സ്നേഹവും കരുതലും കൊടുക്കുക, ക്ഷമയോടുകൂടി സംസാരിക്കാൻ പഠിക്കുക. അങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ വിജയിക്കാല്ല, പക്ഷെ നമ്മൾ ആ ഒരു പരിശ്രമം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകും. നമ്മുടെ ഹൃദയം ഉണ്ണീശോയെ സ്വീകരിക്കാൻ സജ്ജമായ ഒരു ദേവാലയമായി മാറും. നമ്മുടെ ഹൃദയങ്ങൾ ദേവാലയങ്ങളായിത്തീരും. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പുൽക്കൂടുകളായി മാറണം. നമ്മളൊക്കെ പുൽക്കൂടാകണം. നമ്മുടെ ഹൃദയമാകണം പുൽക്കൂട്. ആ ഹൃദയമാകുന്ന പുൽക്കൂടിലായിരിക്കണം ഉണ്ണീശോ വന്ന് പിറക്കേണ്ടത്. അങ്ങനെ ഹൃദയത്തെ നമ്മൾ ഒരുക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ആർച്ച് ബിഷപ്പ് പറയുകയാണ്,
കുടുംബ സമൂഹത്തിൽ വേണം, കുടുംബങ്ങളിൽ വേണം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് വ്യക്തി ജീവിതത്തിൽ. ഇപ്പം കുടുംബമായിട്ട് പറഞ്ഞപ്പോഴും ഞാൻ വ്യക്തി ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ചു. വ്യക്തി ജീവിതത്തിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ് ഈശോ പറക്കേണ്ടത്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ ഈശോ പറക്കണമെങ്കിൽ നമ്മളിൽ ഒരു വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഈശോയിലേക്കൊരു വളർച്ച നമ്മളിലൊക്കെ ഉണ്ടാകണം. ഈശോയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ നമ്മളില് ഈശോയുടെ സ്വഭാവം, ഈശോയുടെ വിശുദ്ധി, ഈശോയുടെ സഹനം, ഈശോയുടെ ക്ഷമ, ഈശോയുടെ കരുണ, ഈശോയുടെ കരുതൽ, ഈശോയുടെ ആ ഓപ്പൺനെസ്, ആ തുറന്ന മനോഭാവം, അതെല്ലാം നമ്മൾ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കണം. ആ ഒരു പരിശ്രമം നമുക്ക് എന്നും ഉണ്ടാകണം. നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരാ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാ ദിവസവും. ആ ബൈബിളിനെ പറ്റി നമ്മൾ കുറച്ചു നേരം ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്, ആ വായിക്കുന്ന വചനത്തെ പറ്റി. ആ വചനം നമ്മൾ ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. അതാണല്ലോ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, അത് പാലിക്കുവാൻ നിരന്തരം പരിശ്രമിക്കണം, അതിനെപ്പറ്റി രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം, അത് ജീവിക്കാൻ നമ്മൾ എന്നും പരിശ്രമിക്കണം. അതിനെപ്പറ്റി നമ്മൾ നിരന്തരമായ ധ്യാനം ഉണ്ടാകണം. നമ്മളൊക്കെ എന്നും വചനം വായിക്കുന്നവരാ. അപ്പൊ ആ വചനം വായിച്ചാൽ പോരാ, വെറുതെ വായിക്കുന്നതല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അത് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനെപ്പറ്റി ഒരു നിരന്തര ധ്യാനം ഉണ്ടാകണം. അപ്പോൾ നിരന്തരമായ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ജീവിക്കാൻ പരിശ്രമിക്കും. കാരണം നമ്മുടെ ആ ചിന്തയിൽ അതാണുള്ളത്, നമ്മുടെ കൺമുമ്പിൽ ആ വചനമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ അതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യം വരുമ്പോഴും നമ്മുടെ ആത്മാവ് പറയും, അതാണ് ശരി, അത് തെറ്റാണ്. തെറ്റ് ഉപേക്ഷിക്കണം, നന്മയുടെ വഴിയെ നടക്കുക, തിന്മയെ നന്മ കൊണ്ട് നേരിടുക. തിന്മയെ തിന്മ കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നന്മ കൊണ്ട് നേരിട്ട് ആ തിന്മയെ ഇല്ലാതാക്കുക. അതാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണ് മാറ്റങ്ങൾ വരേണ്ടത്. പലപ്പോഴും നമുക്കൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോയിലേക്കുള്ള വളർച്ചയിൽ, ഈശോ നമ്മുടെ പുൽക്കൂടായി നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി ഈശോയിലേക്കുള്ള വളർച്ചയിൽ നമ്മൾ നേരിടുന്ന പല തടസ്സങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ഈ തടസ്സങ്ങളെ പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് 3-4 തടസ്സങ്ങളെ പറ്റി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒന്നാമതായിട്ട് നമ്മൾ ആ വളർച്ചയിൽ ഒന്നാമത്തെ നമ്മുടെ തടസ്സം അൺഹീൽഡ് വൂൺസ് ഇൻ അവർ ലൈഫ്. നമ്മളിലെ ഉണങ്ങാത്ത മുറിവുകൾ. എന്താണ് ഈ അൺഹീൽഡ് വൂൺസ് എന്ന് പറഞ്ഞാൽ? ഉണങ്ങാത്ത മുറിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പല അനുഭവങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ബാല്യകാലത്തിലായിരിക്കാം, കൗമാരത്തിലാകാം, ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ നമുക്ക് പലർക്കും പല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ചിലരുടെ വാക്കുകളായിരിക്കാം, ചിലപ്പോൾ ചില അനുഭവങ്ങളായിരിക്കാം, ചില സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നുപോയ ചില സാഹചര്യങ്ങളായിരിക്കാം, കുടുംബത്തിലെ സാഹചര്യം, നമ്മൾ പഠിക്കുന്ന സാഹചര്യം, പഠിക്കുന്നിടത്തെ സാഹചര്യങ്ങൾ, അല്ലെ ജോലി ചെയ്യുന്നിടത്തെ സാഹചര്യങ്ങൾ, പല ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പല അനുഭവങ്ങളും നമുക്കുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ചിലരൊക്കെ 30, 40, 50 വർഷമായി കഴിയുമ്പോഴും ചില മുറിവുകളെ, ചില വേദനിക്കുന്ന അനുഭവങ്ങളെ എന്നും ഓർക്കുന്നവരാ, അതിനെപ്പറ്റി അസ്വസ്ഥപ്പെടുന്നവരാ. 20 വർഷം മുമ്പ് അല്ലെ 15 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ പറ്റി ഓർത്ത് ആവലാതിപ്പെടുന്നവരെ ഞാൻ പലരെ കണ്ടിട്ടുണ്ട്. പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പലരും പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനത്തെ എനിക്ക് അയ്യോ അച്ഛാ അത് അങ്ങനെ ഒരു അതിപ്പോഴും എനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും മറക്കാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും എനിക്ക് മറക്കാതെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്നു വരുന്നു. അങ്ങനെ നമ്മൾ ഈ ഇങ്ങനത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ആ മുറിവുകളെ ഉണങ്ങാതെ അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നുമ്പോൾ നമുക്ക് വിശുദ്ധിയിലേക്ക് വളർച്ച വലിയൊരു ബുദ്ധിമുട്ടാണ്. ദൈവത്തിലേക്കുള്ള വളർച്ചയ്ക്ക് വലിയൊരു തടസ്സമാണ്. നമുക്ക് മുറിവുകൾ ഉണ്ടാകും, പക്ഷെ ആ മുറിവുകളെ ഉണക്കാൻ ശക്തമായ മരുന്നുമുണ്ട്. അത് തമ്പുരാന്റെ തിരുരക്തമാണ്, ഈശോയുടെ കുരിശിലെ തിരുരക്തം. നമ്മുടെ ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മുടെ എല്ലാ മുറിവുകളെയും കഴുകി എല്ലാത്തിനെയും ഉണക്കണം, വിശുദ്ധീകരിക്കണം. തമ്പുരാന്റെ
അസാധ്യമായിട്ടൊന്നുമില്ല. തമ്പുരാന്റെ തിരുരക്തം കൊണ്ട് നമ്മുടെ എല്ലാ മുറിവുകളെയും ഉണക്കണം. അപ്പോൾ നമ്മുടെ മുറിവുകൾ തിരുമുറിവുകളാകും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ അനുഭവങ്ങളുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ട്, തമ്പുരാന്റെ കുരിശിന്റെ മുമ്പിൽ വന്നിരിക്കണം, വിശുദ്ധ സക്രാരിയുടെ മുമ്പിൽ വന്നിരിക്കുക, ഈശോയുടെ ഹൃദയം മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്നു വെക്കണം. തുറന്നു പറയണം, എനിക്ക് ഈ അനുഭവം ഉണ്ടായി ഈശോയെ, അത് നീ കഴുകണം, നീ അത് ഉണക്കി തരണം. അത് തമ്പുരാന്റെ രക്തം കൊണ്ട് ഉണക്കും. തിരുരക്തം വളരെ ശക്തമാണ്, യാതൊരു സംശയമില്ല. തിരുരക്തം കൊണ്ട് അതെല്ലാ മുറിവുകളെയും, ഏത് മുറിവിനെ ഉണക്കാൻ പറ്റും. നമ്മുടെ എല്ലാ അനുഭവങ്ങളും നമ്മൾ ഈശോയുടെ കുരിശിന്റെ ചുവട്ടില് സക്രാരിയുടെ മുമ്പിൽ നമ്മൾ പോയിരുന്നുകൊണ്ട് ഈശോയോട് പറയുക, നമ്മുടെ ജീവിതത്തിൽ ഏത് അനുഭവം ഉണ്ടെങ്കിലും, എന്ത് വേദനിക്കുന്ന അനുഭവമായാലും തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെച്ച് കഴിയുമ്പോൾ തമ്പുരാന്റെ തിരുരക്തം കൊണ്ട് അതിനെ കഴുകി വിശുദ്ധീകരിക്കും, അതിനെ എല്ലാം ഉണക്കും. ആ ഒരു നല്ല ബോധ്യവും അടിയുറച്ച വിശ്വാസവും നമുക്കുണ്ടായി കുരിശിന്റെ ചുവട്ടിലോട്ട് ചെല്ലുക, തമ്പുരാന്റെ സക്രാരിയുടെ മുമ്പിൽ പോയിരിക്കുക, ഹൃദയം തുറക്കുക, തമ്പുരാന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറയുമ്പോൾ തിരുരക്തം കൊണ്ട് അതിനെല്ലാം ഉണക്കി ആ മുറിവുകളെ തിരുമുറിവാക്കി മാറ്റി തമ്പുരാൻ മാറ്റും. അത് 100% എനിക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ നമുക്ക് തടസ്സമായിട്ടുള്ളത്, നമുക്കുണ്ടാകുന്നത് നമ്മുടെ അൺറിപ്പന്റഡ് സിൻസ് ഇൻ അവർ ലൈഫ്. നമ്മൾ പശ്ചാത്തപിക്കാത്ത നമ്മളിലുള്ള പാപങ്ങൾ. നമ്മളെല്ലാവരും ആരും വിശുദ്ധരൊന്നല്ല, നമ്മളൊക്കെ പാപികളാണ്, അല്ലെ? നമുക്കൊക്കെ തെറ്റുകൾ വരും, കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പാപമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അനുദപിച്ചുകൊണ്ട് തമ്പുരാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തമ്പുരാൻ എല്ലാ തെറ്റുകളും ക്ഷമിക്കും. നമുക്ക് ബൈബിളിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈശോ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നവനാണ്, കരുണയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ശരിയായ അനുതാപം വേണം. ആ അനുദപിക്കുന്നവരോട് ഈശോ പറയുന്നത് മേലിൽ പാപം ചെയ്യരുതെന്ന, അല്ലേ? നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ പാപിനിയായ സ്ത്രീയോടും മറ്റു അവസരങ്ങളിലൊക്കെ നമുക്കറിയാം ഈശോ ഏത് പാപവും ക്ഷമിക്കും. ഈശോ ക്ഷമിക്കുമ്പോൾ പറയുന്നത് മേലിൽ പാപം ചെയ്ത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു നിരന്തര പരിശ്രമം ഉണ്ടാകണം, തിന്മയെ ഉപേക്ഷിക്കാനുള്ള, വിശുദ്ധിയിൽ വളരുവാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകണം. നമ്മുടെ തെറ്റുകളെ ശരിക്കും പശ്ചാത്തപിക്കണം. അപ്പോൾ അനുദപിക്കാത്ത പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് വളർച്ചയ്ക്ക്, വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്ക് എപ്പോഴും വലിയൊരു തടസ്സമാണ്. അനുദപിക്കാത്ത പാപങ്ങൾ, അത് നമ്മൾ അത് നമ്മുടെ അങ്ങനെ അനുദപിക്കാത്ത പാപം ഉള്ളപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു ഇരുണ്ട മേഖലയായിട്ട് നിൽക്കും, ഒരു അന്ധകാരത്തിന്റെ മേഖലയായി നിൽക്കും. അന്ധകാരത്തിന്റെ മേഖല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മളിലൊക്കെ പ്രകാശം, ഈശോയുടെ പ്രകാശം കൊണ്ട് എല്ലാം പ്രകാശിക്കണം, തിളങ്ങണം, വെട്ടിത്തിളങ്ങണം. അത് നമുക്ക് വേണം. അതിന് നമ്മൾ വേണ്ടത് തമ്പുരാന്റെ അടുത്തേക്ക് വരിക. എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കും. നമ്മൾ വെച്ച കല്ലുകൾ നമ്മൾ തന്നെ എടുത്തു മാറ്റണം. അതുകൊണ്ടാണ് ഈശോ ലാസറിന്റെ കബറിടത്തിൽ പറഞ്ഞത്, കല്ലെടുത്ത് മാറ്റാനോ? ഈശോയ്ക്ക് മരിച്ചിട്ട് 4 ദിവസമായി അഴുകി തുടങ്ങിയവനെ ഉയർപ്പിക്കാമെങ്കിൽ ആ കല്ല് മാറ്റാനാണോ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ വെക്കുന്ന കല്ലുകൾ നമ്മൾ തന്നെ മാറ്റണം. അപ്പൊ നമ്മൾ തമ്പുരാന്റെ അടുത്ത് വരണം, ഈശോയോട് മാപ്പി ചോദിക്കണം, അങ്ങനെ വേണ്ട കുംസാരം നടത്തണം. നന്നായിട്ട് അനുദപിച്ച് കുംസാരിക്കുമ്പോൾ എല്ലാ പാപങ്ങളും തമ്പുരാൻ ക്ഷമിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ശരിയായ അനുതാപമാണ്. അനുദപിക്കാത്ത പാപം നമുക്ക് വലിയ തടസ്സമായിട്ട്, ഇരുണ്ട മേഖലകളായിട്ട്, അന്ധകാരത്തിന്റെ മേഖലകളായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ അന്ധകാരത്തിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് ശരിയായ അനുതാപം ഉണ്ടാകണം. അനുദപിക്കുക, തമ്പുരാനിലേക്ക് തിരിയുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തേത് നമുക്കുണ്ടാകാവുന്ന ഒരു വലിയ തടസ്സം, അൺഫോർഗീവൺ മിസ്റ്റേക്സ് ഇൻ അവർ ലൈഫ്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുന്നത്, അവരെന്നോട് അത് ചെയ്തു, എനിക്ക് അത് ഒരിക്കലും ചിലരൊക്കെ പറയാറുണ്ട്, അത് മാത്രം എനിക്ക് ക്ഷമിക്കുക, അത് മാത്രം വേണ്ടരുത്, അവരോട് അത് ക്ഷമിക്കുകയല്ല, അവരെന്നോട് എന്നെ അങ്ങനെ വേദനിപ്പിച്ചു, ഇങ്ങനെ വേദനിപ്പിച്ചു, എന്നെ പറ്റി അങ്ങനെ പറഞ്ഞു, അതൊരു കാലത്ത് ഞാൻ ക്ഷമിക്കുകയല്ല, വിട്ടുകൊടുക്കുകയല്ല. അത് നമ്മൾ വാശിയായിട്ട് നടക്കുന്നവരുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പോടുകൂടി. അങ്ങനെ ക്ഷമിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിദ്വേഷത്തോടുകൂടി ഇരിക്കുന്നു, വാശിയോടുകൂടി ഇരിക്കുന്നു, വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു, സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട്. എവിടെ വെറുപ്പും വിദ്വേഷവും ഉണ്ടോ, എവിടെ വൈരാഗ്യമുണ്ടോ, അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. നമുക്കറിയാമല്ലോ. അങ്ങനെ നമ്മുടെ മനസ്സിൽ എന്നോ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഉണ്ണീശോ പറിക്കുകയില്ല. അത് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ എന്ത് ആഘോഷം, എന്ത് ത്യാഗമൊക്കെ ചെയ്ത്, നമ്മൾ ഉപവാസമൊക്കെ നടത്തി, അതൊക്കെ ചെയ്തെങ്കിൽ പോലും നമ്മൾ ക്ഷമിക്കാതിരുന്നിട്ട് ഉണ്ണീശോയെ സ്വീകരിക്കാൻ വേണ്ടി ഹൃദയം നോക്കിയാൽ ഹൃദയത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടത് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം, ആരോടും വിദ്വേഷവും വെറുപ്പോ വാശിയോ വൈരാഗ്യമോ ഒന്നും ഇല്ലാതിരിക്കുക.
അനുഭവങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളെ വളരെ അൺജസ്റ്റ് ആയിട്ട് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയവരുണ്ടാകാം. നമ്മുടെ സൽപ്പേരിന് പല രീതിയിൽ കളങ്കം വരുത്തിയിട്ടുണ്ടാകാം. പരദൂഷണം പറഞ്ഞിട്ടുണ്ടാകാം. നമ്മളെ ഒത്തിരി വേദനിപ്പിച്ചവരുണ്ടാക്കാം. ചില അനുഭവങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ അവരോട് ക്ഷമിക്കാൻ പഠിക്കണം. ഈശോയെ ക്ഷമിക്കാനുള്ള കൃപയുണ്ടാകണം. ഈശോ നമ്മൾ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ അതാണല്ലോ എന്നും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളോട് തെറ്റിയുന്ന ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമെന്നല്ല നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാനാണ് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, ഒരിക്കലും അല്ലാതെയൊന്നുമില്ല. അപ്പൊ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ഈശോയോട് നമ്മൾ പറയുന്നത് എന്റെ പാവങ്ങളും ക്ഷമിക്കേണ്ടെന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ആ ഒരു പുണ്യമാണ്. എല്ലാവരുടെയും ക്ഷമിക്കാൻ, ആരോടും വാശിയില്ല, ആരോടും വെറുപ്പില്ല. എന്തനുഭവം ഉണ്ടായാലും ശരിയാ, നമുക്ക് അന്നേരം ബുദ്ധിമുട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ സങ്കടം വരും. തമ്പുരാന്റെ അടുത്ത് പോവുക, ഈശോയോട് പറയണം, ഈശോയുടെ കുരിശിലേക്ക് നോക്കണം. ഈശോ ആ ക്ഷമയുടെ വലിയ മാതൃക ആ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിതാവ്, ഇവർ ചെയ്യുന്നതൊന്നും എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. തന്നെ കുരിശിലേറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരോട് ക്ഷമിക്കുന്ന ഈശോയുടെ ആ ചിത്രം അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഏതനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആ ഒരു പ്രാർത്ഥന, ആ കുരിശിലെ ഈശോയുടെ പ്രാർത്ഥന, കുരിശിലെ ഈശോയെ നമ്മൾ ധ്യാനിക്കണം. അപ്പോൾ നമുക്ക് ശക്തി കിട്ടും. ക്ഷമിക്കാനുള്ള കൃപയും ശക്തിയും എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു മനോഭാവം നമ്മളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരണം. പിന്നെ നാലാമത്തെ നമ്മുടെ മേഖല, നമ്മൾ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് റോങ് തിയറീസ് ആൻഡ് വാല്യൂ സിസ്റ്റംസ് ഇൻ അവർ ലൈഫ്. തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ സിദ്ധാന്തങ്ങൾ, അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമില്ല, ഇതൊന്നുമില്ല, അതൊക്കെ എല്ലാവരും പറയും, അതൊന്നും നോക്കണ്ട. അങ്ങനെ തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരിക, തെറ്റായ സിദ്ധാന്തങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ തെറ്റായ കാഴ്ചപ്പാടും സിദ്ധാന്തങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, അത് വെച്ച് നടക്കുമ്പോൾ നമ്മളുടെ മനസാക്ഷി, തെറ്റായ മനസാക്ഷി നമ്മൾ രൂപീകരിക്കുന്നു. തെറ്റായ മനസാക്ഷി രൂപീകരിച്ച് കഴിയുമ്പോൾ ആ തെറ്റായ മനസാക്ഷിക്ക് അനുസരിച്ച് നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനൊക്കെ തുടങ്ങും. നമ്മുടെ മനസാക്ഷി, നമ്മൾ ശരിക്കുള്ള മനസാക്ഷി ഉണ്ടാക്കണം. ശരിയായ മനസാക്ഷി നമുക്ക് വേണം. ശരിയായ മനസാക്ഷി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വചനത്തിൽ അടിസ്ഥാനമുള്ളതായിരിക്കണം. ഈശോയുടെ വചനമാണ് നമ്മുടെ മനസാക്ഷി രൂപീകരണത്തിന്റെ അടിസ്ഥാനമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ശരിയായ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു മനസാക്ഷി നമ്മൾ രൂപീകരിച്ചുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ജീവിതത്തിൽ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാകണം. നമ്മുടെ ചിന്തകൾ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നോക്കണം. നമ്മുടെ സംസാര രീതി അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നോക്കണം. നമ്മൾക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് 5 അടയാളങ്ങളെ പറ്റി പറയുന്നുണ്ട്. രണ്ടാമത്തെ അടയാളമായിട്ട് ഈശോ പറയുന്നത് അവർ പുതിയ ഭാഷകൾ സംസാരിക്കുമെന്നാണ്. പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈശോയുടെ ഭാഷയാണ്, അത് സ്വർഗത്തിന്റെ ഭാഷയാണ്, അത് മാലാഖമാരുടെ ഭാഷയാണ്, അത് സ്നേഹത്തിന്റെ, കരുണയുടെ, ക്ഷമയുടെ, അംഗീകാരത്തിന്റെ, മനസ്സിലാക്കുന്നതിന്റെ, മറ്റുള്ളവരെ വളർത്തുന്നതിന്റെ, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ, മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുന്നതിന്റെ ആ ഭാഷയാണ്. നമുക്ക് ആ ഒരു ഭാഷ നമുക്കുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മുടെ ഈ തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ സിദ്ധാന്തങ്ങളോ അല്ല നമുക്ക് വേണ്ടത്. വചനത്തിൽ, ദൈവവചനത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസാരവും നമ്മൾ പുതിയ ഭാഷ സംസാരിക്കുന്നവരാകും. അങ്ങനെ പുതിയ ഭാഷ സംസാരിക്കുന്നവരാകുമ്പോൾ നമ്മൾ മാലാഖമാരുടെ, ഈശോയുടെ ഭാഷ, സ്വർഗത്തിന്റെ ഭാഷയാകും നമ്മുടെ ഭാഷ. അതാണല്ലോ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, കെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആകുമെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാവിനെ ദൈവത്തിന്റെ നാവ് പോലെ ആക്കണമെങ്കിൽ നമ്മൾ മോശമായ സംസാര രീതി എല്ലാം മാറ്റി നമ്മുടെ സംസാരം എപ്പോഴും ശരിയായതാകണം. അപ്പോൾ ശരിയായതാകണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ശരിയാകണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാകണം, മനോഭാവം ശരിയാകണം. അപ്പോൾ നമുക്ക് നമ്മളെ നയിക്കുന്ന പ്രിൻസിപ്പിൾസ് എപ്പോഴും വചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും നമ്മൾ ശക്തമായിട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക്
നമ്മളുടെ മനോഭാവം വ്യത്യാസം വരും, ചിന്താഗതി വ്യത്യാസമായി, സംസാര രീതി എല്ലാം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ 3 മേഖലകളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിലുണ്ടാകണം, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകണം, നമ്മുടെ കൊച്ചു കമ്മ്യൂണിറ്റികളിലുണ്ടാകണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ഞാൻ ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മളെല്ലാവരും ഈശോയിലേക്ക് വളരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഞാൻ വളരേണ്ടത് ഈശോയിലേക്കാണ്. അപ്പോൾ എന്നിലാണ് നിരന്തരമായ മാറ്റം ഉണ്ടാകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. മാറ്റം എന്തിലേക്കാണ്? നന്മയിലേക്കുള്ള മാറ്റം, വിശുദ്ധിയിലേക്കുള്ള മാറ്റം. നമ്മളിലൊക്കെ തിന്മയുണ്ട്, പോരായ്മകളുണ്ട്, കുറ്റങ്ങൾ, കുറവുകളൊക്കെ നമുക്കുണ്ട്, പല മേഖലകളിലുണ്ട്. അപ്പോൾ പലതിനെ ഉപേക്ഷിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നിനെ ഉപേക്ഷിച്ച് നമുക്ക് വേണ്ടത് ഒരു ചേഞ്ച് ഫോർ ദ ബെറ്റർ, ചേഞ്ച് ടു ജീസസ് ക്രൈസ്റ്റ്, ടു ഹോളിനെസ്, വിശുദ്ധിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാകണം. 1 പത്രോസ് 1:15 ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരാകണം, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിശുദ്ധരാകണം. അതുപോലെ കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തില് 12-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവാനാവുന്നത്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, വിനയം, ദയ, ക്ഷമ, സൗമ്യത എന്നിവ ധരിക്കുവാൻ. അപ്പോൾ നമ്മൾ ഈ ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ധരിക്കേണ്ടത്. നമ്മളിൽ ഉണ്ടാകേണ്ട ഈ നന്മകളൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ആ ദൈവത്തിന്റെ ആ ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൊച്ചാണ്, ഈശോയുടെ ഒരു പ്രേമഭാചനമാണ്, ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയോടുകൂടി എന്നിൽ നമ്മളിലൊക്കെ ഈ ഗുണങ്ങൾ വളർത്താനായിട്ട് നോക്കണം. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവാൻ. അപ്പോൾ അത് നമുക്കറിയാം, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം സ്ഥലത്ത് നമ്മൾ ഇതേ ആശയം കാണുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വാത്സല്യഭാചനങ്ങൾ എന്നാ പറയുന്നത്, അല്ലേ? അപ്പോഴത് ഈശോയുടെ സ്നേഹത്തിന്റെ, ഈശോയുടെ വാത്സല്യഭാചനങ്ങളായിട്ടാണ് ഈശോ നമ്മളെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഈശോയുടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കൊച്ചാണ്, വാത്സല്യഭാചനമാണ്. അപ്പോൾ നമുക്ക് ഈ നന്മകളിൽ വളരുക. അങ്ങനെ നന്മകളിൽ വളരണമെങ്കിൽ തിന്മയിൽ നിന്നുള്ളൊരു മാറ്റം നമുക്കുണ്ടാകണം. ആ ഈ വിശുദ്ധിയിലേക്കുള്ള വളർച്ച, ആ വളർച്ച എന്നും സംഭവിച്ചുകൊണ്ടിരിക്കും, ഒരിക്കൽ മാത്രമല്ല, എല്ലാ ദിവസവും ജീവിതത്തിന്റെ അന്ത്യം വരെ ഈ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നല്ല പുൽക്കൂട് ഉണ്ടാക്കും, ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ പിറക്കും. ഈ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു 10-40 മിനിറ്റ് എന്നെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് സ്ഥാപിക്കണം. പുൽക്കൂട് സ്ഥാപിക്കണമെങ്കിൽ അവിടെ തിന്മകളെല്ലാം അതിൽ നിന്ന് മാറ്റി ഈശോയെ സ്വീകരിക്കാനുള്ള പുൽക്കൂട് സൃഷ്ടിക്കുക. അവിടെ അതിന് നമ്മൾ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നവരാകണം. നമ്മുടെ കൊച്ചു നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുത്തണം. ഏറ്റവും ഉപരിയായിട്ട് വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പുൽക്കൂട് കെട്ടി നമുക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാൻ ഒരുങ്ങാം. ഉണ്ണീശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ എല്ലാം വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കട്ടെ, നാവിനെ വിശുദ്ധീകരിക്കട്ടെ, കണ്ണുകളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ മൊത്തം ദൈവത്തിലേക്ക് വളർത്തുന്നത് ആകിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ മുൻകൂട്ടി നേരുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.